നിങ്ങൾ ഒത്തിരി നിരാശയിൽ കടന്നു പോകുന്നുണ്ടോ? ഒറ്റപ്പെടലിലും വേദനയിലും ആരുമില്ലാതൊരു തോന്നലിലൂടെ നിങ്ങൾ ജീവിതം മുന്നോട്ട് നീക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ളതാണ് ഈ ഗോസ്പൽ. 38 വർഷമായിട്ട് ബെത്സയിദ കുളക്കടവിൽ ഒരാൾ കിടക്കുകയാണ്. ഇയാളുടെ അനുഭവം എന്തായിരിക്കും? 38 വർഷം മുമ്പെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് അയാളുടെ അമ്മയും അപ്പനും ഭാര്യയും മക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അയാൾ പെട്ടെന്ന് സുഖമില്ലാതായത്, അയാൾക്ക് തളർവാദമായത്. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആ നാടിൻ്റെ വിശ്വാസം അനുസരിച്ച് അവർ ബെത്സയിദ കുളക്കടവിൽ കൊണ്ട് ഇയാളെ കിടത്തി. അങ്ങനെ കിടത്തി അവർ ആ സമയത്ത് സ്ഥിരം വിസിറ്റേഴ്സ് ആയിരിക്കും. ഈ വിസിറ്റേഴ്സ് ആയിരുന്ന ഇവർ എല്ലാ ദിവസവും ഒരുപക്ഷെ അയാളെ കാണാൻ വന്നിട്ടുണ്ടാവും, ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും, അയാൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ദേഹമൊക്കെ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും, നോർമൽ. പക്ഷേ നാളുകൾ കഴിഞ്ഞു, അമ്മയും അപ്പനൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. ഒബിയസ്ലി അവരുടെ വരവൊക്കെ നിന്നു. പിന്നീട് ആരാണ്? പിന്നെ മക്കളും സുഹൃത്തുക്കളും ഭാര്യയൊക്കെ ആയിരിക്കും. സുഹൃത്തുക്കളും തിരക്കൊക്കെ ആയി കാണും. കുറേ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അങ്ങനെ അവരും പതുക്കെ പതുക്കെ നിന്നു, വരവൊക്കെ നിർത്തി, അവരവരുടെ തിരക്കിലേക്ക് പോയി. പിന്നീട് മക്കളും ഭാര്യയാണ്. മക്കളൊക്കെ 38 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞു പ്രായത്തിലേക്കാണ് ആ മക്കളെങ്കിൽ 38 വർഷം കൊണ്ട് അവർ കുടുംബജീവിതത്തിലൊക്കെ പ്രവേശിച്ചു, വിവാഹമൊക്കെ കഴിച്ചു, അവർക്ക് മക്കളൊക്കെ ആയി. അങ്ങനെ അവരവരുടെ കുടുംബത്തിലേക്കൊക്കെ എത്തി. അപ്പോൾ അവർ ഒത്തിരി തിരക്കിലായി കാണും. ഇനി ആരാണ്? ഭാര്യ. തീർച്ചയായിട്ടും ലാസ്റ്റ് ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ ഭാര്യയാണ്. ഭാര്യയും കുറേ നാളായിട്ട് അയാളെ ശുശ്രൂഷിച്ചൊക്കെ പോയി വല്ലപ്പോഴും വിസിറ്റൊക്കെ ചെയ്യും. പിന്നീട് അത് എല്ലാ ദിവസവും ആഴ്ചയിലൊരിക്കലൊക്കെ ആയി കാണും, മാസത്തിലൊരിക്കലായി കാണും, 6 മാസത്തിലൊരിക്കലായി കാണും, പിന്നീട് വർഷത്തിലൊരിക്കലായി കാണും, പിന്നീട് വരാതെയായി. ഭാര്യയ്ക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കൂടെ ആരുമില്ല. യേശു എന്നാണ് ചോദിക്കുന്നത്, നിനക്ക് സുഖം പ്രാപിക്കണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അയാളുടെ ഉത്തരം സുഖം പ്രാപിക്കണമെന്നുള്ളതല്ല. അയാൾ പറഞ്ഞ ഉത്തരം അയാളുടെ സങ്കടമാണ്. അയാൾ കിടക്കുന്നതിലല്ല പ്രശ്നം. ഈ 38 വർഷം ഈ കുളക്കടവിൻ്റെ അടുത്ത് കിടന്നല്ല അയാളുടെ പ്രശ്നം. അയാളുടെ സങ്കടം ആരും ഇല്ല എന്നുള്ളതാണ്. നോക്കാൻ കാണാൻ ആരും വരാനില്ല എന്നുള്ളതാണ്. അതാണ് അയാൾ വളരെ സങ്കടത്തോടെ പറഞ്ഞത്, കർത്താവ് ഈ വെള്ളം ഇളക്കുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരും ഇല്ല, എനിക്കാരും ഇല്ല. അതാണ് അയാളുടെ സങ്കടം. ഇത്ര വേദനയാണത്. എന്നത് വെള്ളത്തിലിറക്കാൻ ആരുമില്ല, എനിക്ക് സുഖം പ്രാപിക്കണമെന്നൊരു ചോദ്യത്തിനിടയിൽ അയാളുടെ ഒറ്റപ്പെടലിൻ്റെ കഥയാണ് പറഞ്ഞത്. ഇത് കേട്ട് ക്രിസ്തുവിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവില്ലേ? ക്രിസ്തു പറഞ്ഞ എന്താണെന്നറിയോ? എഴുന്നേറ്റ് നടക്ക്. ഇടം വലം നോക്കാത്തൊരു വാക്കാണത്. എനിക്ക് തോന്നുന്നു വല്ലാണ്ട് നിരാശയിൽ ഒറ്റപ്പെട്ടു പോയവരൊക്കെ ചിന്തിക്കേണ്ട ഒരിടം എന്ന് വെച്ചാൽ, ആരുമില്ല എന്നൊക്കെ ബോധ്യമുള്ളവർ ചിന്തിക്കേണ്ട ഇടം ഏതാണെന്ന് വെച്ചാൽ ക്രിസ്തുവാണ്. കർത്താവേ എനിക്കാരുമില്ല എന്ന് നിങ്ങൾ ക്രിസ്തുവിനോട് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഒറ്റപ്പെടൽ എഴുന്നേറ്റ് നടക്കാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ ക്രിസ്തുവിന് സാധിക്കും. നിങ്ങളായിരിക്കുന്ന ഇരുട്ട് മുറിയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ ദൈവത്തിന് സാധിക്കും. കൂടെ നിൽക്കുന്നവരൊക്കെ നിങ്ങളെ ചതിച്ചിട്ട് പോയാൽ, ഫോറെവർ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞവർ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയാലും നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ദൈവത്തിന് പറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.